UDF 20-ൽ 20 സീറ്റുകളും വിജയിക്കുമെന്ന അയ്യോ എന്നിട്ട് എന്ത് പറ്റി? ആത്മവിശ്വാസം ഇതിന്റെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ അന്നു മുതൽ ഞങ്ങൾക്കുണ്ടായിരുന്നു. യോഗത്തിൽ UDF-ന് വേണ്ടി വളരെ ആത്മാർത്ഥമായി കഠിനമായ ചൂടും മതിയടോ മതി, നടന്നതൊക്കെ നടന്നു, അതുപോലുള്ള പ്രതികൂല കാലാവസ്ഥയെയും അവഗണിച്ചുകൊണ്ട് സ്ഥാനാർത്ഥികളുടെ വിജയത്തിന് വേണ്ടി ആത്മാർത്ഥമായി പ്രവർത്തിച്ച UDF പ്രവർത്തകരെ, എല്ലാ നേതാക്കളെയും യോഗം അഭിവാദ്യം ചെയ്തു. അതിന്റെ സൂക്കേട് വേറെ. കാരണം UDF-ന്റെ വിജയം ഉറപ്പാക്കാൻ വളരെ പ്രതിബദ്ധതയോടുകൂടി പ്രവർത്തിച്ച പ്രവർത്തകരെ എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല എന്നാണ് ഈ യോഗം വിലയിരുത്തിയത്. ആ പൂതി മനസ്സിൽ വെച്ചാൽ മതി കേട്ടോ. രാത്രിയും നീണ്ട ക്യൂ നിന്നിട്ടും വോട്ടർമാർക്ക് ആവശ്യമായ വെളിച്ചം അവിടെ കൊടുത്തില്ല. എന്താ നിന്റെ പ്രശ്നം? മൊത്തം പ്രശ്നമാണ്. ഈ കഠിനമായ ചൂടിൽ നേരത്തെ ഇലക്ഷൻ കമ്മീഷണർ പ്രഖ്യാപിച്ചു എല്ലാവർക്കും കുടിവെള്ളം കൊടുക്കും. കുടിവെള്ളം കൊടുത്തില്ല. എന്താ രാമേന്ദ്ര പ്രശ്നം? പ്രശ്നം പറഞ്ഞാൽ ഭയങ്കര തമാശയാ. പറയുന്നതൊന്ന് പ്രവർത്തിക്കുന്ന വേറൊന്നും. അതൊന്നും ഏർപ്പെടുത്താതെ തെരഞ്ഞെടുപ്പിനെ ഈ രീതിയിൽ വോട്ടിംഗ് പെർസെന്റേജ് കുറയാൻ ഇടയാക്കിയ എന്ത് പ്രഹസനമാണ് സജി. ഇലക്ഷൻ കമ്മീഷൻ അന്വേഷിക്കാനുള്ള സംവിധാനം ഏർപ്പെടുത്തണം. സ്നേഹിതരെ, ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുന്നു. നമസ്കാരം.